റിപ്പോർട്ടർ ഇംപാക്ട് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലെ റെയിൽവേ പാർക്കിംഗ് കേന്ദ്രങ്ങളിലെ ഫീസ് വർധനവ് യാത്രക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP. വിഷയം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കൊടിക്കുന്നിൽ സുരേഷ് കത്തയച്ചു. സ്ഥിരം യാത്രക്കാർക്ക് പുതിയ നിരക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വലുതാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വാന്തന സജു നമുക്കൊപ്പം. സ്വാന്തന സജു, ഈ മാസം ആദ്യം തുടങ്ങിയതാണ് ഈ വർധനവ്. അതിലിപ്പോൾ MP-യുടെ കത്തിന് മറുപടി എന്തെങ്കിലും കിട്ടിയോ? സുജയ, കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ഇപ്പോൾ റിപ്പോർട്ടർ വാർത്തയിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. നമ്മൾ ഈ വർധനവ് വന്ന ആ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ചെയ്തിരുന്നതായിരുന്നു. ജനങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട എത്രത്തോളം വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് എന്നുള്ള കാര്യം നമ്മൾ അന്ന് തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ MP കേന്ദ്ര റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്ത് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതൊരു തീവട്ടിക്കൊള്ളയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിരക്ക് പിൻവലിക്കണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു നിരക്ക് വർധനം അത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ മാത്രമാണ് വന്നിരിക്കുന്നത്, മറ്റിടങ്ങളിലൊന്നും ഇല്ല എന്നുള്ള കാര്യം കൂടി ഈ ഒരു കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉടൻ തന്നെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സുജയ, ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിൽ മാത്രമാണ് ഇത്തരത്തിൽ വലിയൊരു വർധനവ് വന്നിരിക്കുന്നത്. 2015 ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു നിരക്ക് വർധനവ് വന്നത്. ഏതാണ്ട് 30% മുതൽ 40% വരെയാണ് നേരത്തെ ഉണ്ടായിരുന്ന നിരക്കിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു വർധനവ് വന്നിരിക്കുന്നത്. അത് ഈ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. ജൂലൈ 1 മുതൽ ഈ നിരക്ക് വർധന നടപ്പിലായിരിക്കുകയുമാണ്. സീസൺ യാത്രക്കാർ, അതുപോലെ തന്നെ സീസണായിട്ടുള്ള ഈ ഒരു സംവിധാനത്തിന് വരെ കൂട്ടിയത് വലിയ ബുദ്ധിമുട്ടാകുന്നുവെന്ന് ഒരുപാട് പേർ പരാതിപ്പെടുന്നുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ റെയിൽവേ മന്ത്രി ഇടപെടുമോ എന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം.